ഹായ് എവറി വൺ. അപ്പോൾ സാജിക്ക് ഇന്നലെ ഒരു ബോധം വരികയാണ്. സ്വന്തം ഉമ്മയോട് ഞാൻ ചെയ്തത് തെറ്റെന്നുള്ള ഒരു ബോധം. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ ഉമ്മ അങ്ങനെ ഒരു പൊന്നാര സാജിദ ഒരു കാര്യം പറയുകയാണ്. നീ സ്വന്തം ഉമ്മാനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ എത്ര സഹോദരിമാരാണ്, എത്ര സഹോദരങ്ങളാണ് നിന്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞത്, മോളെ സാജിദ അത് തെറ്റാണ് സാജിദ, അങ്ങനെ പറയേണ്ട സാജിദ, സ്വന്തം ഉമ്മയല്ലേ സാജിദ. അപ്പോൾ നീ എന്താണ് ചെയ്തത് സാജിദ? നീ കമൻ്റ് ഇട്ടവർക്ക് തെറി വിളിക്കുകയാണ്. നീ ആരാടി പുല്യാടി മോളെ എന്നെ അങ്ങ് പഠിപ്പിക്കാൻ, അങ്ങനെയൊക്കെയല്ലേ നീ പറഞ്ഞത്. എന്തായാലും മോളെ സാജിദ, നിനക്കിപ്പോൾ മനസ്സിലായല്ലോ ഞാൻ ചെയ്തത് വലിയൊരു തെറ്റെന്നുള്ള ബോധം നിനക്കറിഞ്ഞല്ലോ. ഒരു കാര്യം പറയുകയാണ് സാജിദ, അതായത് ഞാൻ നിന്നെ തെറി വിളിക്കാനും കൈസ് നിന്നെ തെറി വിളിക്കാനും ഷെരീഫ് നിന്നെ തെറി വിളിക്കാനുള്ള കാരണം സ്വന്തം ഉമ്മാനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ നീ പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞത് മോളെ സാജിദ തെറ്റാണ് സാജിദ, സ്വന്തം ഉമ്മയല്ലേ, 9 മാസം ഗർഭം ചുമന്ന ഉമ്മയല്ലേ, എന്തിനാണ് സാജിദ ഇങ്ങനെയൊക്കെ സ്വന്തം ഉമ്മാനെ കുറ്റം പറയുന്നത്? അതാണ് ഞങ്ങളൊക്കെ അന്ന് ചോദിച്ചത്. അപ്പോൾ നീ ഞങ്ങൾക്ക് റിട്ടേൺ റിയാക്ഷൻ ഇട്ട് ഞങ്ങളെ തെറി വിളിക്കുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ലോ. നോക്കാം. ഇവിടെ ഇല്ല. ഞാൻ എൻ്റെ ഉമ്മാന്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എൻ്റെ യൂട്യൂബിൽ നിന്ന് അതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ചെയ്ത ഒരു മോളെ സാജിദ, കേരളത്തിലുള്ള മില്യൺ കണക്കിന് ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടത്. അതായത് നീ ഇന്നലെ ആയിട്ടുണ്ടാവും ഡിലീറ്റ് ചെയ്തത്, അത് എത്ര പേർ അതിനെടുത്ത് റിയാക്ഷൻ ചെയ്തു. അപ്പോൾ നമുക്കൊരു തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈൻ. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കേസായി അതിനുശേഷം എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു, അപ്പോഴാണോ ഇതൊക്കെ തെറ്റെന്ന് തോന്നിയത് സാജിദ? ഒരു കാര്യം പറയുകയാണ്, മാപ്പ് പറയുന്നതൊക്കെ നല്ല കാര്യമാണ്. നമ്മൾ തെറ്റ് ചെയ്തവരാണെങ്കിൽ ആ തെറ്റ് മനസ്സിലാക്കി മാപ്പ് ചോദിക്കുന്നതും തൗബ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. ഓക്കെ ഫൈൻ. എന്നാലും സാജിദ ഇനി നിന്റെ ലൈഫിൽ നീ ചിന്തിക്കണം. ഓക്കെ, നമുക്ക് കേട്ടു നോക്കാം ബാക്കിയും കൂടി. തരണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അതെന്നെ വലിച്ചു വാരി ഓരോരുത്തർ, കാരണം അതൊക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എൻ്റെ യൂട്യൂബിൽ കാണില്ല, എൻ്റെ ഷോർട്സിൽ കാണില്ല, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കാണില്ല. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. അതും ഞാൻ ആ സംഭവം കഴിഞ്ഞിട്ടും ഞാനൊരു 2 വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എന്താന്ന് പറയാ, എന്നെ അപ്പോഴും അങ്ങനെ മെന്റലി പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഇടിയിച്ച സംഭവമാണ് അത് ഞാനായിട്ട് ഇട്ടതൊന്നല്ല. അത് ചിലപ്പോ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇട്ടതായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി അങ്ങനെ ചെയ്യേണ്ട, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയി, ആ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടണ്ടെന്ന്. മോളെ സാജിദ ഒരു കാര്യം പറയുകയാണ്, നീ പറഞ്ഞു എൻ്റെ ബുദ്ധിയില്ലായ്മയിലാണ്, എൻ്റെ അറിവില്ലായ്മയിലാണ് ഞാൻ ആ വീഡിയോ ഇട്ടതെന്ന്. പൊന്നാര സാജിദ, നിനക്ക് അതായത് അറിവില്ലെങ്കിലും ബുദ്ധിയില്ലെങ്കിലും ഞാൻ പറഞ്ഞു, കൈസ് പറഞ്ഞു, ഷെരീഫ് പറഞ്ഞു, തുടങ്ങിയ ഹെൽനോസ് പാട്ട പറഞ്ഞു, സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞു, ഇവരൊക്കെ പറയുമ്പോൾ അതിനെ കേട്ടുകൊണ്ട് മാനിക്കേണ്ടതല്ലേ സാജിദ? എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഫൈൻ, നല്ലതാണ് പൊന്നാര സാജിദ. എത്ര പേരാണ് ആ സമയത്ത് നിന്നോട് കമൻ്റ് ഇട്ട് പറഞ്ഞത്, മോളെ സാജിദ ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ്. അതിനുശേഷം സ്വന്തം ഉമ്മാനെ നീ ചന്ദന കേസിൽ പെടുത്തി. എന്തൊക്കെ കാര്യങ്ങളാണ് പൊന്നാര സാജിദ നീ ചെയ്തത്. പൊന്നാര മക്കളെ, ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു പറച്ചിലുണ്ടല്ലോ, ഫാമിലി, അതായത് ഒരു ഫാമിലി തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിലേക്ക് നമ്മൾ ആരും ചാടാൻ പാടില്ല. കാരണം ആ ഫാമിലി ഒരു ദിവസം നന്നാവും, അവരെല്ലാവരും ഒന്നിക്കും, നമ്മളൊക്കെയാവും അതായത് അത് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരാവും സമൂഹത്തിന് മുമ്പിൽ, അതായത് ഒരു മോശക്കാർ. ഇവിടെ സാജിദ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, അതായത് എൻ്റെ വീഡിയോ ക്ലിപ്പൊക്കെ യൂട്യൂബേഴ്സുമാരാണ് എടുത്ത് അതിനെ പരത്തിയത് എന്ന് ഞങ്ങളുടെ തലയിലാണ് ഇപ്പോൾ സാജിദ ഇട്ടത്. പൊന്നാര സാജിദ, ഞങ്ങൾ എന്താണ് നിന്നോട് പറഞ്ഞത്? ആദ്യം നിന്നോട് പറഞ്ഞത് കമൻ്റ് ഇടുന്നവരാണ് മോളെ സാജിദ തെറ്റെന്ന്. അപ്പോൾ അതൊന്നും നീ മൈൻഡ് ചെയ്തിട്ടില്ല. നീ നിരന്തരം ഉമ്മാനെ കുറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങളൊക്കെ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. എന്തിന്? അതായത് യൂട്യൂബിലാണ് നീ പറയുന്നത്. യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഞാൻ പേഴ്സണലി യൂട്യൂബ് യൂസ് ആക്കുന്ന ഒരാളെങ്കിൽ നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്, യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഈ ഫാമിലിയിൽ വന്ന് നീ സ്വന്തം ഉമ്മാനെക്കുറിച്ച് തെറ്റ് പറയുമ്പോൾ ഞാൻ പ്രതികരിക്കും, ഷെരീഫ് പ്രതികരിക്കും, കൈസ് പ്രതികരിക്കും. ഞങ്ങളുടെ പണിയാണത് സാജിദ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സാജിദ പറയുന്നത് എല്ലാം ഞങ്ങൾ ചെയ്തതാണ്, സാജിദ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് സാജിദ പറയുന്നത്. ഓക്കെ ഫൈൻ, സാജിദയോട് പറയാനുള്ളത് സ്വന്തം തെറ്റ് തിരുത്തി സമൂഹത്തിന് മുമ്പിൽ തിരിച്ചു വന്നത് നല്ല കാര്യമാണ്. ഓക്കെ,
ഇനി ഒരിക്കലും ഉമ്മാനെ ചീത്ത പറയാതിരിക്കൂ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.